നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കനത്ത തോൽവിയാണ് ടീം ഇന്ത്യ ഇന്ന് ഏറ്റുവാങ്ങിയത്. ഒരു സംശയവും വേണ്ട, ഇത് മുന്നോട്ടുള്ള പോക്കിനെ സാരമായി ബാധിക്കും. നോക്കുക, ബിഗ്ഗസ്റ്റ് ലോസ് ഫോർ ഇന്ത്യ ഇൻ T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി. ചരിത്ര തോൽവിയാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി എന്ന് പറഞ്ഞാൽ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ്. ഇത് മാത്രമല്ല, 2023 വേൾഡ് കപ്പ് ഫൈനലിൽ, ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു ICC ടൂർണമെൻറ്റിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ നിരാശ. ഇതേ സ്റ്റേഡിയത്തിലാണ് അന്ന് തോറ്റതെന്ന കാര്യം ഓർക്കണം. അതേ സ്റ്റേഡിയത്തിൽ തന്നെ വീണ്ടും ടീം ഇന്ത്യ ICC ടൂർണമെൻറ്റിൽ പരാജയപ്പെടുന്ന അവസ്ഥ. ചോദ്യം, ഇന്ത്യ കളി കൈവിട്ടതെവിടെ? മികച്ച തുടക്കമായിരുന്നല്ലോ. ടോസ് നമുക്ക് ലഭിച്ചില്ലെങ്കിലും 20 റൺസിന് 3 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അവരെ തള്ളിയിട്ടിട്ട് പിന്നെ അവർക്ക് മടങ്ങി വരാനുള്ള അവസരം കൊടുത്തിടത്താണ് ടീം ഇന്ത്യ ആദ്യമായിട്ട് കളി കൈവിടുന്നത് തുടങ്ങുന്നത് അവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ സെലക്ഷനിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചർച്ച ഇപ്പം നടക്കുന്നുണ്ട്. വാഷിങ്ടൺ സുന്ദറിനെ കളിപ്പിച്ചു. അദ്ദേഹത്തെ കളിപ്പിക്കാൻ വേണ്ടി അക്സർ പട്ടേലിനെ പുറത്തിരുത്തി, ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലിനെ. ശരിക്കും പറഞ്ഞാൽ ഡേവിഡ് ബ്രവിസ് ഓഫ് സ്പിന്നറെ നന്നായിട്ട് കളിക്കും. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് വാഷിങ്ടനെ കളിപ്പിച്ചു എന്ന ചോദ്യമുണ്ട്. അത് തിരിച്ചടിയാവുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അദ്ദേഹത്തിന് 2 ഓവർ മാത്രമാണ് കൊടുത്തത്. 2 ഓവറിൽ അദ്ദേഹം 17 റൺസാണ് വിട്ടുകൊടുത്തത്. ഇനി ബാറ്റ് കൊണ്ടാണെങ്കിൽ അദ്ദേഹം അധികം ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തതില്ല. 11 പന്തുകളിൽ നിന്ന് 11 റൺസ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ വാഷിങ്ടൺ സുന്ദർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അക്സറിന് വിശ്രമം കൊടുത്താണ് ഈ കളിക്ക് തിരികെ വിളിക്കുമെന്നാണ്. അതുണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കളി കൈവിട്ടെന്നല്ല പറയുന്നത്. ഈ 20 റൺസിന് 3 വിക്കറ്റ് എന്നുള്ളിടത്ത് നിന്ന് തിരികെ വരാനുള്ള അവസരങ്ങൾ കൊടുത്തു. എറാറ്റിക്കായിട്ട് പന്ത് എറിഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ, ഒരു സംശയവും വേണ്ട. ദ്യൂബ് എറിഞ്ഞ ഓവറിലൊക്കെ വളരെ ഈസിലി ഡേവിഡ് മില്ലർ, ഡേവിഡ് ബ്രവിസ് സഖ്യം ബാറ്റ് ചെയ്ത് പോയി. ഒപ്പം തന്നെ നമ്മുടെ വജ്രായുധം എന്ന് നമ്മൾ വിളിക്കാറുള്ള വരുൺ ചക്രവർത്തിക്ക് പിഴച്ചു. അദ്ദേഹം ഇന്ന് കുറച്ച് വൈഡുകളൊക്കെ എറിയുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകൾ അദ്ദേഹം ഒരൊറ്റ ഓവറിൽ പലവട്ടം പരീക്ഷിക്കാൻ വേണ്ടി പോയി ഓവറായിട്ട് ശ്രമിക്കുന്നത് കണ്ടു. അത് വളരെ അനായാസം ഹാൻഡിൽ ചെയ്ത് റൺസ് അടിച്ചു എതിരാളികൾ. ശരിക്കും പറഞ്ഞാൽ വരുൺ ചക്രവർത്തിയുടെ ത്രെട്ട് ബ്രേക്ക് ചെയ്തിടത്ത് സൗത്ത് ആഫ്രിക്ക കളി പിടിച്ചു. ഇന്ത്യ കളി കൈവിടുന്ന മറ്റൊരു ഘട്ടമാണത്. സാധാരണഗതിയിൽ വരുൺ ചക്രവർത്തി ഇറക്കി അങ്ങ് മുറുക്കലാണ്, വിക്കറ്റുകൾ അങ്ങ് വീഴ്ത്തലാണ്. അതിന് കഴിഞ്ഞില്ല. അവിടെ നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിയുന്ന കാഴ്ചയാണ്. ബൂമ്ര പതിവ് പോലെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. ഹർഷ്ദീപ് നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കി ബൗളർമാർക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയതോടെ 20 റൺസിന് 3 വിക്കറ്റ് എന്നുള്ളിടത്ത് വീണുപോയ ടീമാണ് പിന്നെ ഈ പറയുന്ന 187ലേക്ക് പോയത്. അവർക്ക് പ്രധാനമായി ആ 3 ബാറ്റർമാരാണ് സ്കോർ ചെയ്തത്. അവരുടെ മാരക പ്രഹരശേഷി നമുക്കറിയാവുന്നതുമാണ്. ഡേവിഡ് മില്ലറും, ഡേവിഡ് ബ്രവിസും, ട്രിസ്റ്റൻ സ്റ്റെപ്സും. മറുപടി ബാറ്റിങ്ങിലോ, ഇപ്പോൾ പാകിസ്ഥാനെതിരേക്ക് ഇന്ത്യ വിജയിക്കുമ്പോൾ ആ കളിയിൽ ഇന്ത്യയെ വിജയിപ്പിച്ചയാളാരാ? ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷൻ്റെ ഒറ്റ ഇന്നിങ്സാണ് അന്നത്തെ കളിയിൽ നമുക്ക് കൃത്യമായ മുൻതൂക്കം തന്നത്. ഈ ടൂർണമെൻറ്റിൽ മിക്ക കളികളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് നമുക്ക് ഗുണകരമായി. മറുഭാഗത്തുള്ള സഹ ഓപ്പണർ റണ്ണടിക്കാതെ വരുമ്പോഴും ഇഷാൻ കിഷൻ തൻ്റെതായ രൂപത്തിൽ സ്കോർ ചെയ്തു. ഇന്ന് ഇഷാൻ കിഷനെ തുടക്കത്തിൽ അവർ വീഴ്ത്തി. ഇഡൻ മർക്രം വന്നിട്ട് അദ്ദേഹത്തെ വീഴ്ത്തി. ഓവർ മാത്രമാണ് മർക്രം എറിഞ്ഞെന്ന് നോക്കുക, കെണിവെച്ച് വീഴ്ത്തിയ പോലെ. ആ വീഴ്ത്തലിൽ ഇന്ത്യ പാടേ വീണു. ഇന്ത്യ പൂർണ്ണമായിട്ടും കളി കൈവിടുന്നത് ഇഷാൻ കിഷൻ പോയതോടുകൂടിയാണ്. പിന്നാലെ തിലക് വർമ്മ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോം ആണ് എന്ന് പലരും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച പോലെ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു. പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 4 അടിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ തുടങ്ങുമ്പോൾ ഒരു ഹ്യൂജ് റിലീഫായിരുന്നു. അദ്ദേഹം റണ്ണടിച്ചല്ലോ. പക്ഷേ പിന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു 6 അടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ബാറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന സുന്ദരമായിട്ട് അടിച്ച 6റൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലായിരുന്നില്ല. പിന്നാലെ വന്നവരൊക്കെ അതുപോലെ തന്നെ മടങ്ങുന്നു. ഈ ലെഫ്റ്റ് ഹാൻഡർ ഹെവി ലൈനപ്പ് എതിരാളികൾ ഇപ്പോൾ അതിനുള്ള പൂട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, വാഷിങ്ടൺ സുന്ദർ, ശിവൻ ദ്യൂബെ, ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡർ ഹെവി ടോപ്പ് ഓർഡർ. അത് കൃത്യമായിട്ട് എതിരാളികൾ ഇപ്പോൾ പൂട്ടാനുള്ള പൂട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതനുസരിച്ചാണ് കാര്യങ്ങൾ അവർ വരുതിയിലാക്കുന്നത്. സോ എല്ലാം കൂടി ചേർന്നപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം പിഴച്ചൊരു രാത്രിയാണ്. ടീം ഇന്ത്യ കളി വിട്ടത് ഇങ്ങനെ ഈ 2-3 പോയിന്റുകളിൽ വെച്ചിട്ടാണ്. തിരികെ വരാൻ പോലും കഴിയാത്ത വിധം
ടീം പടുകുഴിയിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ഏതായാലും ഇനി മുന്നോട്ട് പോകാൻ നാളെ നമുക്ക് വിശദമായ റിവ്യൂ ചെയ്യാം. ഇതിപ്പോൾ ഈ തോൽവിയുടെ സങ്കടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇഴകീറി പരിശോധിക്കണമെങ്കിൽ മറ്റ് എക്സ്പെർട്ടുകളുടെ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിശകലനങ്ങളും ഒക്കെ നമുക്കൊന്ന് റെഫർ ചെയ്യണം. എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് നാളെ നമുക്ക് വിശദമായിട്ട് റിവ്യൂ പറയാം. മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമായിരിക്കില്ല. വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ ടീമുകളാണ് ഇനി ഈ ഗ്രൂപ്പിൽ ബാക്കിയുള്ളത്. ഇന്ത്യക്ക് -3.8 ആയിട്ടുണ്ട് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ബാക്കി 2 കളികൾ ജയിച്ചാൽ പോലും നെറ്റ് റൺ റേറ്റ് ഒരു ഇഷ്യൂ ആവും. കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.